നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭിണികൾ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ SATയിലെ ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ DC ഡെൻസിമോളാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഗർഭിണികൾ ജീവിതശൈലിയിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഇപ്പം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഇത് എത്രത്തോളം ആവശ്യമാണ്? എപ്പോൾ മുതൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? ഗർഭാവസ്ഥയിൽ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തേണ്ടത് വളരെ നിർണായകമായ കാര്യമാണ്. കാരണം ഗർഭാവസ്ഥയിൽ ഗർഭിണി എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും ഗർഭിണിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായ രീതിയിലുള്ള പോഷകാഹാരം, ഉറക്കം, വ്യായാമം, അതുപോലെ മാനസികാരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ശ്രദ്ധ പതിപ്പിച്ചാൽ നമുക്ക് ഗർഭാവസ്ഥയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന നെഞ്ചിരിച്ചൽ, മലബന്ധം, അതുപോലെ നടുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല, ഗർഭാവസ്ഥയിൽ ധാരാളം സങ്കീർണതകളുണ്ട് അല്ലേ? പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അതുപോലെ മാസം തികയാണ്ടുള്ള പ്രസവം, ഇവയൊക്കെ നമുക്ക് ഈ മേഖലകൾ ശ്രദ്ധിച്ചാലായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമായിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിലൂടെയാണല്ലോ ഈ ഗർഭകാലത്ത് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗർഭം ധരിക്കുന്നതിന് മുന്നേ, അതായത് ഗർഭത്തിന് തയ്യാറെടുക്കുന്ന ആ സമയം മുതൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഗർഭത്തിന് നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ, ഉദാഹരണത്തിന് ഷുഗറോ ഹൈ BP ഒക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് പറയുക ഗർഭത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ കഴിക്കുന്ന മരുന്നുകളിൽ വ്യത്യാസമൊക്കെ വരുത്തും. അതുപോലെ ഡോക്ടർ വേണ്ട നിർദ്ദേശങ്ങളും പരിശോധനകളൊക്കെ ചെയ്ത് ഗർഭത്തിന് തയ്യാറാണോ എന്നുള്ള ഒരു ചെക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. അതുമാത്രമല്ല, സങ്കീർണതകളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും ഒരു ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല, ഫോളിക് ആസിഡിൻ്റെ വിറ്റമിൻ ഗുളികകൾ നിർബന്ധമായിട്ടും ഗർഭാവസ്ഥയിൽ മുന്നേ തന്നെ, ഗർഭിണി ആകുന്നതിന് തയ്യാറെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴിച്ചു തുടങ്ങണം. കാരണം അങ്ങനെ കഴിച്ചാൽ ഭാവിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ സുഷുമ്നാ നാഡി ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ട്, വൈകല്യങ്ങൾ, അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. മാത്രമല്ല, ജീവിതശൈലിയിലും വളരെ വ്യത്യാസങ്ങൾ നമ്മൾ ഗർഭത്തിന് തയ്യാറെടുക്കുമ്പോഴത്തേക്കും വരുത്തണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ദുശ്ശീലങ്ങളുള്ളവരാണെങ്കിൽ, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള എന്തെങ്കിലും ദുശ്ശീലങ്ങൾ, അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ എപ്പോഴും കഴിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നല്ല രീതിയിലുള്ള വ്യായാമം, ശരിയായ തൂക്കം നിലനിർത്തുകയൊക്കെ വഴിയിട്ട് നമുക്ക് ഗർഭധാരണത്തിന് സാധ്യത കൂട്ടുക മാത്രമല്ല, നല്ലൊരു കുഞ്ഞിനെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഗർഭം ഓരോ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകളും നിർദ്ദേശങ്ങളും എടുക്കുന്നത് നല്ലതാണ്. ഫോളിക് ആസിഡിൻ്റെ ഗുളിക കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിശോധനകളൊക്കെ ചെയ്യുക. പിന്നെ നമുക്കറിയാം, ഈ ആദ്യത്തെ 3 മാസം യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ അണുബാധ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ധാരാളമായി കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. കാരണം നമുക്കറിയാലോ, ഛർദിലൊക്കെ ഉള്ള ഒരു സമയമാണ്. ഛർദിലും കനമൊക്കെ ഉള്ളത് കാരണം ക്ഷീണവും ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ്, ഈ ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ പനിയോ റേഡിയേഷനോ അതേപോലെ ചില മരുന്നുകളോ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. പിന്നെയുള്ള കാര്യങ്ങൾ, പൊതുവെ ആൾക്കാർ ചോദിക്കുന്നത് യാത്ര ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു 3 മാസം. അപ്പം നീണ്ട ദൈർഘ്യമുള്ള യാത്രകളും അതുപോലെ ഇരുചക്ര വാഹനങ്ങളുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് ഈ ആദ്യത്തെ 3 മാസവും നല്ലത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് 2ാം ട്രൈമസ്റ്റർ, അതായത് 13 ആഴ്ച മുതൽ 28 ആഴ്ച വരെയുള്ള സമയം. അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നതും കുഞ്ഞ് വളരുന്നതും ഒക്കെ ഈ സമയത്താണ്.
അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അയണും കാൽഷ്യത്തിൻ്റെയും ഗുളികയൊക്കെ ഡോക്ടർ തരും, അത് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ നമുക്ക് ക്ഷീണമൊക്കെ മാറി കൂടുതൽ ഊർജ്ജസ്വലത വരുന്ന ഒരു സമയമാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. അപ്പം കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന സമയമാണ്. 300 കലോറി കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം നല്ലപോലെ കുടിക്കുക, വ്യായാമം ചെയ്യുക, പ്രത്യേകിച്ച് നടത്തം, നീന്തൽ പോലുള്ള വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. അതേപോലെ ശരിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ 24 ആഴ്ചയ്ക്ക് ശേഷം മുതലാണ് ഈ ഗർഭം കാരണമുള്ള പ്രമേഹം വരാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറയും ഷുഗറൊക്കെ പരിശോധിക്കണം. അപ്പോൾ ആ കറക്റ്റ് സമയത്തിന് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുക. പിന്നെ ലൈംഗിക ബന്ധത്തിനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ സങ്കീർണതകളൊന്നും ഇല്ലാത്തൊരു ഗർഭമാണ് മറുപിള്ളയുടെ, അതായത് പ്ലാസെൻ്റയുടെ പൊസിഷൻ താഴെയല്ല മുകളിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് 3ാമത്തെ ട്രൈമസ്റ്റർ, അതായത് 29 ആഴ്ച മുതൽ 40 ആഴ്ച വരെയുള്ള സമയം. ഈ സമയത്താണ് കുഞ്ഞ് നല്ല വളർച്ചയിലെത്തി അമ്മയുടെ ശരീരം പ്രസവത്തിന് ഒരുങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അമ്മയുടെ ആരോഗ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട സമയം ആണ്. അതുപോലെ BP വരാൻ സാധ്യത കൂടുതലുള്ള ഈ സമയത്താണ്. അപ്പം ശരീരത്തിൽ പെട്ടെന്ന് നീർക്കെട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ കാഴ്ച മങ്ങൽ, ശക്തമായ തലവേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് BP കൂടിയതിൻ്റെ ലക്ഷണമാകാം. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ ഉടനെ കണ്ട് അതിൻ്റേതായ പരിശോധനകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ വെള്ളം പോവുക, ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടാകുന്നുണ്ട്, അതേപോലെ കുഞ്ഞിൻ്റെ അനക്കം കുറവായിട്ട് തോന്നുക, ഇതൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കേണ്ടതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് അറിയാം ഗർഭകാലത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണകാര്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതായത് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം, എന്തെല്ലാം ക്രമങ്ങൾ ഭക്ഷണ രീതിയിൽ നടത്താം, എന്തൊക്കെ ഒഴിവാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കുമോ? ഗർഭാവസ്ഥയിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിക്കണം. പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, വാരി വലിച്ച് കഴിക്കുകയല്ല വേണ്ടത്. പലരും പറയും വയറ്റിൽ കുഞ്ഞുണ്ട്, 2 ആൾക്കാരുണ്ട്, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം, അതിൻ്റെ എമൗണ്ട്, അതായത് അളവ് കൂടുതൽ കഴിക്കണമെന്ന്. പക്ഷേ അത് തികച്ചും തെറ്റായ ധാരണയാണ്. പോഷകമൂല്യമുള്ള ഭക്ഷണം വേണം കഴിക്കാനായിട്ട്. കലോറിയുടെ അളവ് 300 കലോറി മാത്രം കൂട്ടി കഴിച്ചാൽ മതി, പ്രത്യേകിച്ച് സെക്കൻഡ് ട്രൈമസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ. അപ്പം ഭക്ഷണത്തിൽ കൂടുതലും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇറച്ചി, മുട്ട, പാലുൽപ്പന്നങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. അത് അമ്മയുടെ ആരോഗ്യത്തിന് മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ധാരാളമായി കുടിക്കുക. അതുപോലെ ഡോക്ടർ തരുന്ന വിറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആകട്ടെ, അയൺ, കാൽഷ്യം ആകട്ടെ, അവയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡുള്ള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിയന്ത്രിക്കുക, ഒഴിവാക്കുക മാക്സിമം. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാതി വേവിച്ച മാംസം, അതായത് നമ്മൾ പറയും സോസേജ്, ഹോട്ട് ഡോഗ് എന്നൊക്കെ പറയും. അപ്പോൾ പാതി വേവിച്ച്, ഇപ്പോൾ പിസ്സയിലൊക്കെ അത് ഉണ്ടാവും, അല്ലെങ്കിൽ ബർഗറിലൊക്കെ അത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കുക. അതുപോലെ ശരിയായ രീതിയിൽ പാസ്ചറൈസ് ചെയ്യാത്ത പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കണം. കാരണം ഇതിലൊക്കെ ബാക്ടീരിയ ഉണ്ടാകാനും അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അണുബാധ ഉണ്ടായി സങ്കീർണതകളിലോട്ടൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് മീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വലിയ മീനുകളിൽ മെർക്കുറി പോയ്സണിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ മെർക്കുറി അളവിൽ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വികാസത്തെയും ബുദ്ധിയെയൊക്കെ വളരെ കാര്യമായ രീതിയിൽ അത് പ്രശ്നം വരുത്തും. അതുകൊണ്ട് കുഞ്ഞു മീനുകൾ വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഉത്തമം. നൊത്തോലി, മത്തി പോലുള്ള മീനുകൾ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളത് പഴങ്ങൾ വാങ്ങിക്കുമ്പോഴും കീടനാശിനികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് കഫീൻ കണ്ടൻറ്റുള്ള ഫുഡുകൾ, ചായ, കാപ്പി, ഇവയൊക്കെ 2 കപ്പിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. കാരണം കഫീൻ കൂടുതൽ കഴിച്ചാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഇവയൊക്കെയാണ്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ വ്യായാമ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പം നമുക്കറിയാം, നമ്മൾ കണ്ടും കേട്ടും വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. വ്യായാമം ചെയ്യണം, അതായത് പ്രത്യേകിച്ച് നടക്കണം, തൂക്കണം, നമ്മൾ ഒരുപാട് ഇങ്ങനെ കേട്ട് വരുന്നുണ്ടല്ലോ. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അതായത് ഏതൊക്കെ രീതിയിലുള്ള വ്യായാമങ്ങളാണ് നമ്മൾ ഗർഭകാലത്ത് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളത്? വ്യായാമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരീര ആരോഗ്യത്തിന് മാത്രമല്ല, മാനസിക ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ ശാരീരിക ആരോഗ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ചംക്രമണം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അത് അമ്മയ്ക്ക് മാത്രമല്ല, കുഞ്ഞിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന സങ്കീർണതകളുണ്ടല്ലോ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് വ്യായാമം ചെയ്യുക വഴിയിട്ട് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, കുഞ്ഞിലേക്കും രക്തഓട്ടം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വളർച്ച ശരിയായ രീതിയിൽ നടക്കാനായിട്ട് വ്യായാമം സഹായിക്കും. മാത്രമല്ല, മാനസിക ആരോഗ്യത്തിനും വ്യായാമം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്കറിയാം, എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ട് ഹോർമോണൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണത്. അപ്പം നമുക്ക് ഗർഭാവസ്ഥയിൽ ധാരാളം മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ടെൻഷനുണ്ട്, ഗർഭാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കാരണമുള്ള പിരിമുറുക്കമുണ്ട്. മാത്രമല്ല, ഭാവിയിൽ നമ്മൾ പ്രസവിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ടെൻഷനും ഉത്കണ്ഠകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ധാരാളം ഹോർമോൺ വ്യതിയാനം നാച്ചുറലി ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം മാനസിക പിരിമുറുക്കം നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ കുറച്ച് നല്ല രീതിയിൽ മാനസിക ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വ്യായാമം സഹായിക്കും. ഇനി നമുക്ക് എന്തൊക്കെ വ്യായാമമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന വ്യായാമം ഒന്ന് നടത്തമാണ്. അപ്പോൾ ഒരു ദിവസം 30 മിനിറ്റ് ഏകദേശം കൈവീശി നടക്കാനായിട്ട് പറയും. അപ്പം അത് നല്ല ഹൃദയത്തിന് മാത്രമല്ല, ശരീരത്തിന് മൊത്തം നല്ല ആരോഗ്യം നൽകുന്ന ഒരു വ്യായാമമാണ് നടത്തം. രണ്ടാമത്തെ നീന്തൽ. അപ്പം നീന്തൽ നേരത്തെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഗർഭാവസ്ഥയിലും നീന്തൽ കണ്ടിന്യൂ ചെയ്യുന്നത് സന്ധികൾക്കും പേശികൾക്കും അതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പം നീന്തൽ വളരെ നല്ലതാണ്. മൂന്നാമത്തത് ചില യോഗയും പൈലറ്റ് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള യോഗ അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ അറിയാം, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ശരിയായിട്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നും അതൊക്കെ നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ചെയ്യുന്ന ആണെങ്കിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഗർഭാവസ്ഥയിൽ പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ ജോയിൻ്റൊക്കെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഡിസ്ലൊക്കേഷനും ജോയിൻറ്റിന് പ്രശ്നവും സ്പ്രെയിനൊക്കെ വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ അടുത്ത് വരുന്ന എക്സസൈസ് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് സൈക്ലിംഗ്, അതായത് ഫിക്സ് ചെയ്തിട്ടുള്ള സൈക്ലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം അതിൽ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. എക്സസൈസ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വയറിൽ ആഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള എക്സസൈസുകൾ ഒന്നും പങ്കെടുക്കാതിരിക്കുക. മാത്രമല്ല, നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, നമ്മുടെ നെഞ്ചിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എക്സസൈസ് അവിടെ വെച്ച് നിർത്തണം. ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്ത് നിർദ്ദേശപ്രകാരം മാത്രം എക്സസൈസ് ചെയ്യണം. രണ്ടാമത്തത്, വെള്ളം ധാരാളമായി കുടിക്കണം. നമുക്കറിയാം, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ സ്വെറ്റിൽ കൂടെ ധാരാളം വെള്ളം നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് വ്യായാമത്തിന് മുന്നേയും ശേഷവും വെള്ളം ധാരാളമായി കുടിക്കണം. ഇല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാവുകയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, സേഫായിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ വീഴാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഉറക്കം, അതായത് ഗർഭകാലത്തെ ഉറക്കത്തിനെ കുറിച്ച്. അതായത് എത്ര നേരം നമുക്ക് ഉറങ്ങണം, കൂടുതൽ നേരം ഉറങ്ങിയാൽ പ്രശ്നമുണ്ടോ, കുറവുറങ്ങിയ പ്രശ്നമുണ്ടോ, എത്ര മണിക്കൂറാണ് സത്യത്തിൽ ഈ ഗർഭകാലത്ത് നല്ല സമയം എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഉറക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വ്യായാമം പറഞ്ഞു, പോഷകാഹാരം പറഞ്ഞു,
ഇതേപോലെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. അപ്പം ശരിയായ ഉറക്കം, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം എന്ന് പറയും, ആരോഗ്യകരമായിട്ടുള്ള ഉറക്കം ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയുന്നത് മുതിർന്നവർ എത്ര മണിക്കൂർ ഉറങ്ങണമെന്നാണ്? 7 തൊട്ട് 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ്. അവരുടെ ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിൽ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങാനാണ് പറയുന്നത്. ഗർഭാവസ്ഥയിൽ 8 തൊട്ട് 10 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. കാരണം ഗർഭാവസ്ഥയിൽ നമുക്കറിയാം ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്, അത് വളരുന്നുണ്ട്, അതിന് ഊർജം വേണം. അപ്പം ഗർഭിണിയുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജമാകട്ടെ, ഗർഭാവസ്ഥയിൽ വളരുന്ന കുഞ്ഞിന് വേണ്ട ഊർജ്ജമാകട്ടെ, അതൊക്കെ കൂടുതൽ ലഭ്യമാക്കപ്പെടുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പം ശരിയായ അളവിൽ ഉറങ്ങിയില്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും വളർച്ചയും അത് ബാധിക്കും. അപ്പോൾ ശരിയായിട്ട് ഉറങ്ങാത്ത സ്ത്രീകൾ വച്ചിട്ടുള്ള പഠനം നടത്തിയപ്പോൾ അവരുടെ വയറ്റിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ശരീര വളർച്ച വളരെ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ആ കുട്ടികളുടെ മാനസിക ആരോഗ്യവും വളരെ നല്ല രീതിയിലല്ല എന്നുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ മാനസികാരോഗ്യം, അമ്മയുടെ ശാരീരികാരോഗ്യം, കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഉറങ്ങുന്നത് ഓരോ ഘട്ടം, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ പറഞ്ഞു. ഓരോ ട്രൈമസ്റ്ററിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യത്തെ ട്രൈമസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ക്ഷീണമായിരിക്കും, ഗർഭിണിക്ക് കൂടുതൽ നേരം ഉറങ്ങാനായിട്ട് തോന്നും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിശ്രമം നൽകുക. അപ്പം രാത്രി 8 മണിക്കൂറും രാവിലെ 2 മണിക്കൂർ വരെയും നമുക്ക് വിശ്രമം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, വളരെ നല്ലതാണ്. അതുപോലെ ഗർഭിണി കിടക്കേണ്ട പൊസിഷൻ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും കിടക്കാം. കാരണം യൂട്രസ് അത്ര വളർന്നിട്ടില്ല. അപ്പം ആദ്യത്തെ 3 മാസം ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഗർഭിണിക്ക് ഉറങ്ങാവുന്നതാണ്. പിന്നെയുള്ള 3 മാസം പൊതുവേ ഗർഭിണിക്ക് കുറച്ച് ആശ്വാസമുള്ള സമയമാണ്, ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്ന സമയമാണ്. അപ്പം ഓരോ വ്യക്തികളുടെയും ആവശ്യമനുസരിച്ച് 8 മണിക്കൂർ വരെ വിശ്രമമാകാം. അപ്പം ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 3 മാസത്തിന് ശേഷം തൊട്ട് ചരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രമിക്കണം. കാരണം യൂട്രസ് വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നേരെ കിടക്കുകയാണെങ്കിൽ യൂട്രസ് താഴെയുള്ള രക്തധമനികളിൽ പ്രഷർ ചെലുത്തിയിട്ട് രക്തഓട്ടം കുറയ്ക്കും, കുഞ്ഞിനുള്ള രക്തഓട്ടവും കുറയ്ക്കും, അമ്മയ്ക്ക് കാലുകളിന് താഴെ, അതായത് ഇടുപ്പിന് താഴെയുള്ള സ്ഥലത്തോട്ടുള്ള രക്തഓട്ടം കുറയും. അതുകൊണ്ട് ചരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3ാമത്തെ ട്രൈമസ്റ്റർ, അതായത് 29 ആഴ്ച തൊട്ട് ഇടതുവശം ചരിഞ്ഞിടക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ശരിയായ രീതിയിലുള്ള രക്തോട്ടം കുഞ്ഞിന് കിട്ടും, ശരിയായ രീതിയിലുള്ള വളർച്ച കുഞ്ഞിനുണ്ടാകും. അപ്പോൾ അതുപോലെ ചില ഗർഭിണികൾക്ക് 3ാം ട്രൈമസ്റ്റർ തൊട്ട് ഉറക്കം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. കാരണം നെഞ്ചിരിച്ചിൽ കൂടുന്ന സമയമാണ്, അതുപോലെ വയറ് വളർന്നു വരുന്നത് കാരണം ഉള്ള ബുദ്ധിമുട്ട് കാരണം ഉറക്കക്കുറവ് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ അതനുസരിച്ചിട്ട് വിശ്രമം കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ ചില ഗർഭിണികൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഒരു സ്ലീപ്പ് ഹൈജീൻ നമ്മൾ പാലിക്കണം. അതായത് കറക്റ്റ് സമയത്തിന് ഉറങ്ങുക, കറക്റ്റ് സമയത്തിന് എണീക്കുക, അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ വേണം. അങ്ങനെ ഒരു ശരിയായ രീതിയിൽ സമയക്രമം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കുകയില്ല. 2ാമത്തെ കാര്യം നമ്മുടെ സ്ക്രീൻ ടൈം, അതായത് TV-യോ മൊബൈലോ ഒക്കെ നോക്കുന്നത് 9 മണിക്ക് ശേഷം സ്ക്രീൻ ടൈം ഒഴിവാക്കണം. കാരണം നമുക്കറിയാം ഈ സ്ക്രീനിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ, ഒരു കെമിക്കൽ ഉണ്ടാവില്ല. അത് കാരണം നമുക്ക് ഉറക്കം കിട്ടത്തില്ല. അതുകൊണ്ട് 9 മണിക്ക് ശേഷം സ്ക്രീൻ ടൈം ഒഴിവാക്കുക. 3ാമത്തെ കാര്യം കഫീൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ, ചായ, കാപ്പിയൊക്കെ 6 മണിക്ക് ശേഷം, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കണം. ഇവ 6 മണിക്ക് ശേഷം കഴിച്ചാൽ നമുക്ക് ഉറക്കം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകാം. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു സമീകൃത ആഹാരം, അതായത് നമ്മൾ എരിവ് പൊളിവൊക്കെ കൂടുതൽ കഴിക്കുക, ജങ്ക് ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കത്തിന് പ്രശ്നം വരും. അതുപോലെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കും. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ സംശയമുള്ളൊരു കാര്യം തന്നെ ഈ ഗർഭകാലത്തുള്ള ഈ ഹാബിറ്റ്സ്, ഹോബി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം, അത് എത്രത്തോളം പ്രധാനമാണ് ഈ കാര്യങ്ങളെന്ന് പറയുന്നത്? അതെ, നമുക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഹാബിറ്റ്സും ഹോബീസും
ഗർഭാവസ്ഥയിൽ തീർച്ചയായും നമ്മൾ പാലിക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ശരിയായ രീതിയിലുള്ള ഉറക്കം, സമീകൃത ആഹാരം, അതുപോലെ നമ്മൾ പറഞ്ഞു വ്യായാമമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഹോബീസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹോബീസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ മാനസിക ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും കുഞ്ഞിൻ്റെ മാനസികമായ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് കുറച്ച് നേരം പുറത്ത് നിന്ന് ശുദ്ധവായു ഏൽക്കുക, കുറച്ച് വെയിൽ കൊള്ളുക, അതുപോലെ പൂന്തോട്ടത്തിലൊക്കെ ഇറങ്ങി പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക. അപ്പോൾ പാട്ടുകൾക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകും, മാനസികമായി പിരിമുറുക്കം കുറയ്ക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഹോബീസായ ക്രാഫ്റ്റ് വർക്കോ ചിത്രരചനയോ എന്താണെന്ന് വെച്ച് ചെയ്യുക. അതുപോലെ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡയറി കുറിപ്പ് എഴുതുന്നവർക്ക് മാനസിക പിരിമുറുക്കം കുറവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഓരോ സന്തോഷകരമായ നിമിഷവും ഡയറി കുറിപ്പിൽ എഴുതുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അതുപോലെ ഗർഭാവസ്ഥയിൽ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞിനോട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഉറക്കെ സംസാരിക്കുക, കുഞ്ഞിന് പാട്ട് പാടിക്കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുഞ്ഞിൻ്റെ നല്ല മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞിന് ഭാവിയിൽ വളർന്നു വരുമ്പോൾ നല്ല സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മാനസിക ആരോഗ്യവും ബുദ്ധിയുള്ള കുഞ്ഞായിട്ട് വളരാനായിട്ട് ഇതൊക്കെ സഹായിക്കും. അപ്പം ഈ നല്ല രീതിയിൽ ഹെൽത്തി ഹാബിറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോകാം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കറിയാം ഗർഭിണികളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലത്തൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും മറ്റും പിന്തുണകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടെ ഈ സമയത്തൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. കുടുംബ അംഗങ്ങളുടെയും അതേപോലെ ഹസ്ബൻഡിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, അവരുടെ സപ്പോർട്ട് വളരെ വളരെ ആവശ്യമുള്ള ഒരു സമയമാണ് ഗർഭാവസ്ഥ. അപ്പം നമുക്കറിയാം അതിൽ പ്രത്യേകിച്ച് പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു കൾച്ചർ വെച്ച് ഗർഭം ആയിക്കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാർ നോക്കണമെന്നുള്ളൊരു കൾച്ചറൊക്കെ ഉണ്ട്. അത് അങ്ങനെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാൽ തന്നെയും നല്ല പിന്തുണ നൽകേണ്ടത് തീർച്ചയായും ഹസ്ബൻഡ് തന്നെയാണ്. അത് കുഞ്ഞിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഗർഭിണിയുടെ ഓരോ ഹെൽത്ത് വിസിറ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളായിക്കോട്ടെ, ഹസ്ബൻഡ് നൽകുന്ന ആ ഒരു സപ്പോർട്ട് അവളുടെ വൈകാരികത സുരക്ഷിതത്വത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവൾക്ക് കുറച്ച് സുരക്ഷിതത്വം തോന്നും, അവളുടെ മാനസിക പിരിമുറുക്കം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടത് സാധിക്കും. മാത്രമല്ല നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചില സമയത്ത് ഗർഭിണികൾക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് അടുക്കളപ്പണി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന എന്തെങ്കിലും പണി ആയിക്കോട്ടെ. അപ്പോൾ ആ സമയത്തൊക്കെ കുടുംബാംഗങ്ങളും ഭർത്താവും സപ്പോർട്ട് നൽകുക. അപ്പോൾ അത് നല്ലൊരു ആരോഗ്യകരമായ ഗർഭാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. മാത്രമല്ല നല്ല അറിവും പരിചയ സമ്പന്നതയുമുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും അതേപോലെ ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന അറിവ് ശരിയായ തീരുമാനം എടുക്കാനായിട്ട് ഗർഭിണിയെ സഹായിക്കും. അവളെ ശരിയായ രീതിയിൽ പ്രസവത്തിന് തയ്യാറെടുക്കാനായിട്ടൊക്കെ അവളെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പം നല്ല പിന്തുണ നൽകാനായിട്ട് ഫ്രണ്ട്സും കുടുംബാംഗങ്ങളും ഹസ്ബൻഡും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊള്ളാനായിട്ട് നോക്കണം. ശരി ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഗർഭിണികളുടെ ഇപ്പം ദിനചര്യയിൽ കരുതലെടുക്കേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം ഡോക്ടർ സംസാരിച്ചല്ലോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി വിഭാഗത്തിൽ പെടുന്നവരുടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് നമ്മൾ പറയുന്നത് സങ്കീർണതകളൊന്നുമില്ലാത്തൊരു പ്രഗ്നൻസി, സങ്കീർണതകളുള്ള പ്രഗ്നൻസിനെയാണ് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതായത് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുക. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. വടകരയിൽ നിന്നും ബിന്ദു ആണ്. ബിന്ദു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. നടുവേദന എന്റെ ഡിസ്കിന്റെ ആ സമയം ആ ഭാഗത്ത് ഭയങ്കര വേദന. അത് എന്തുകൊണ്ടാണ്? എത്ര മാസമായി ഇപ്പോ? 5 മാസം. 5 മാസമായി. അപ്പം പൊതുവേ യൂട്രസ് വലുതാവുന്ന അനുസരിച്ചിട്ട് നമ്മുടെ നടുവിനൊരു വളവ് കൂടി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ലംബാർ ലോർഡോസിസ് എന്ന് പറയും. അപ്പോൾ അത് കൂടുന്ന സമയത്ത് ഡിസ്കിന് ഓൾറെഡി പ്രശ്നമുള്ളവരാണെങ്കിൽ കൂടുതൽ വേദന കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നടുവേദനയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിഷനെ നിർബന്ധമായിട്ട് കാണിക്കുക. കാരണം ഡിസ്കിൻ്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കി പരിശോധിച്ചറിയേണ്ടതാണ്.
എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും എക്സസൈസൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം 5 മാസത്തിന് ശേഷം നമ്മൾ ചരിഞ്ഞ് വേണം കിടക്കാനായിട്ട്. അപ്പം കിടക്കുമ്പോൾ കൂടുതലും നമ്മൾ സോഫ്റ്റ് പില്ലോസൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ, മാട്രസൊക്കെ. അപ്പോൾ അതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു നടുവിന് സപ്പോർട്ട് കിട്ടും. അതേപോലെ ഇരിക്കുമ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നടുവിൽ ബാക്ക് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഒരു പരിധിവരെ അതുവഴി അതൊക്കെ നമുക്ക് നടുവേദന കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പോൾ പറഞ്ഞ കേസിൽ ഒരു ഓർത്തോ ഡോക്ടറെ കാണണം. ഡിസ്കിൻ്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു പരിശോധനകൾ വേണം. അല്ല ഡോക്ടർ, അതല്ല, ഇതിപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആണ് വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു പിന്നെ കിടന്നാല് വേദന കുറയുന്നുണ്ട്. ഗ്യാസിന്റെ കിടന്നുമ്പോൾ വേദന കുറയുന്നുണ്ട് അല്ലേ? അതെ അതെ. അപ്പം കിടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ റിലാക്സേഷൻ വരും നടുവിന്. അപ്പം കുറച്ചും കൂടെ രാവിലെ സമയത്ത് ഒരു 2 മണിക്കൂറൊക്കെ വിശ്രമം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്താൽ കുറച്ചും കൂടെ വേദന കുറയ്ക്കാനായിട്ട് പറ്റും. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഗർഭിണികൾ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹെലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SATയിലെ ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ DC ഡെൻസിമോളായിരുന്നു. ഡോക്ടർ നന്ദി. ഹെലോ, ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.